ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നെൻ്റെ ഒരു ഓഫ് ഡേ ആണേ. അപ്പം ഓഫ് ഡേ ആണല്ലോ ഞാൻ സാധാരണ വീഡിയോസൊക്കെ എടുക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ ഒരു മാസം അടച്ചിട്ടിട്ട് പോയ വീടല്ലേ. നമ്മൾ വന്നു കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം കുറേ ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞങ്ങൾ വന്നിട്ട് 2 ആഴ്ചയായി. തലയൊക്കെ ഒന്ന് നേരെയായി. അയ്യോ, എന്തോരം ഉറക്കം, നമുക്ക് ടൈമിങ് ശരിയാകത്തോണ്ട് ജെറ്റ്ലാഗ് കാരണം ഉറക്കമായിരുന്നു. ഉറക്കം ടയേർഡ്. ഇപ്പം നമ്മളെല്ലാം ഓക്കെ ആയി. അപ്പോൾ ഇന്നും ഞാൻ കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തല ഹെന്ന അപ്ലൈ ചെയ്യണം. ഞാൻ ഹെന്ന ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് ഇന്ന് കുക്കിംഗ് അധികം ഇല്ല. നമുക്ക് ഫുഡൊക്കെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുക്ക് ചെയ്തായിരുന്നു. 2 ദിവസം മുമ്പ് എൻ്റെ ഓഫായിരുന്നു. അപ്പം ഞാൻ കുറച്ച് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ കുക്കിങ് ചെയ്യാത്ത ദിവസം നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ പുറത്തെ കാര്യങ്ങളും നമ്മുടെ ബാക്ക് യാർഡിലെ കാര്യങ്ങളും ഒക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം ഞാൻ ഇങ്ങനത്തെ വലിയൊരു ബ്രഷ് പോലത്തെ സംഭവം ഉണ്ട്. ഇങ്ങനത്തെ ഒരു ബ്രഷാണ്. അപ്പം ഇങ്ങനത്തെ ചൂലും കൊണ്ടാണ് ഞാനിങ്ങനെ തൂത്ത് ഇതെല്ലാം ഇങ്ങനെ കൂട്ടും. അപ്പം നമ്മളിങ്ങനെ കുഞ്ഞ് കിടക്കണ്ട. അപ്പം ഞാനിവിടെ എല്ലാം ഇങ്ങനെ തൂത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഡസ്റ്റ്പാൻ ഉണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് അടിച്ച് കയറ്റി ഞാൻ കളയും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല ഇവിടെ ഒത്തിരി നേരം കുനിഞ്ഞ് കിടക്കണ്ടേ. അപ്പം ഞാൻ ഇതുകൊണ്ട് ഇവിടെ എല്ലാം തൂത്ത് വരുമായിരുന്നു. അപ്പോൾ കുറേ അതും പൊടികളും നമ്മുടെ മുടി അതും ഇതും എല്ലാം വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തു. ഞാൻ മുകളെല്ലാം ക്ലീൻ ചെയ്തിട്ട് വന്നതാണ്. ഇവിടെ എല്ലാം ഇപ്പോൾ ക്ലീൻ ചെയ്യുമായിരുന്നു. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ കുറേ നാശനഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചു. അപ്പം ഞങ്ങളുടെ അക്വേറിയത്തിൽ കിടന്നൊരു വലിയ ഫിഷ്, നമ്മുടെ ഈ കൈപ്പറ്റിയേക്കഴിഞ്ഞ് വലിയ ഫിഷായിരുന്നു. ആ വലിയ ഫിഷ് ഞങ്ങൾക്കൊരു 8 വർഷം കൊണ്ട് ഈ അക്വേറിയത്തിൽ കിടന്നാണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5-6 ഫിഷ് നമ്മൾ ഒരുമിച്ച് വാങ്ങിച്ചിട്ടായിരുന്നു. അത് ഓരോന്നോരോന്നായിട്ട് ചത്തുപോയി. അവസാനം ആ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് വലിയൊരു ഫിഷായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ 2 കുഞ്ഞു ഫിഷിനെയും കൂടെ വാങ്ങിച്ചിട്ടു. പുതിയ ഫിഷിനെ ഇട്ടതേ ആ ഫിഷ് സിക്കാറുണ്ടായി. നമ്മളെപ്പോഴും എങ്ങനെയാണ് കൂടുതൽ ഫിഷിനെ നമ്മൾ പിന്നെ മേടിച്ചിട്ടാലുണ്ടല്ലോ ഈ ആദ്യം കിടക്കുന്നതെല്ലാം അങ്ങ് സിക്കാവും. വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കണം. അപ്പം നമ്മൾ എന്നെ അടുത്തത് ഇത് തന്നെ ഇങ്ങനെ കിടക്കുമല്ലേ, കുറേ നാളായില്ലെന്ന് ഓർത്തോണ്ട് നമ്മൾ 2-3 ചെറുതിനെയും കൂടെ വാങ്ങിച്ചിട്ടപ്പോഴത്തേന് അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് സിക്കാറുണ്ടായി. ഞങ്ങൾ വന്നപ്പോഴത്തേന് ആ ഫിഷ് ചത്തുപോയി. മമ്മി ഇടയ്ക്ക് വന്ന് വീട് നോക്കുമായിരുന്നു. എന്നാൽ മമ്മി ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഫിഷ് ചത്തുപോയി. പിന്നെ മമ്മി എന്നെ എടുത്ത് കളഞ്ഞു. അങ്ങനെ ആ ഒരു വലിയ ഫിഷ് ചത്തുപോയി. അത് ഭയങ്കര ഒരു സങ്കടകരമായ സംഭവമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ആ ഫിഷ്. അതും ചത്തുപോയി. അത് ഭയങ്കര സാഡായിപ്പോയി. പിന്നെ നമ്മൾ പിന്നെ കുറേ കുഞ്ഞു ഫിഷിനെ വാങ്ങിച്ചിട്ടാണ് ഞാൻ ഓർത്തിനി ഒരുമിച്ച് അങ്ങ് വാങ്ങിച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴല്ലേ പ്രോബ്ലം. അത് കാരണം ഞങ്ങൾ എൻ്റെ അടുത്തൊരു 10-15 കുഞ്ഞു ഫിഷിനെ നമ്മൾ വാങ്ങിച്ചിട്ടു. ആദ്യത്തെ നമ്മുടെ 2 കുഞ്ഞു ഫിഷ് ഇവിടെ കിടന്നത് ഇത് രവന്മാർ 2 ആയിരുന്നു. അത് വലുതായി. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ വേറെ നമ്മുടെ ഒരു 13 ഫിഷിനെയും കൂടെ വാങ്ങിച്ചു. ഇപ്പോൾ ടോട്ടൽ 15 ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറയാനായിട്ട് എൻ്റെ ഒരു വലിയ കരിയാപ്പത് ഇതിൻ്റെ മുകളിൽ പൊക്കത്തിൽ നിന്നാണ്. ഇത്രയും പൊക്കത്തിൽ നിന്ന് ഒരു കരിയാപ്പായിരുന്നു. ഞാൻ ഒടിച്ച് കളഞ്ഞു. അത് കണ്ടോ, അത് ഉണങ്ങിപ്പോയി. നമ്മളിവിടെ സ്പ്രിങ്ക്ലർ ഓൺ ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഇത്രയും ഹൈറ്റുള്ള ചട്ടിയാകുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും ഇങ്ങോട്ട് വെള്ളം കയറി വരത്തില്ല. കുറച്ചൊക്കെ വെള്ളം വീഴത്തുള്ളൂ. അതിനുള്ള ഇനഫ് വാട്ടർ കിട്ടിയില്ല. അത് പോയി. ഞാൻ അത് ഒടിച്ചിട്ടതാണ്. എന്നെ പറയാനൊരു വലിയ കരിയാപ്പായിരുന്നു. അതും പോയി. നമ്മൾ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളാണ്, പ്രശ്നങ്ങളാണ്, നമ്മുടെ കുറേ നാശനഷ്ടങ്ങൾ വരും. പിന്നാണെങ്കിൽ നമുക്ക് കുറേ വെജിറ്റബിൾ മുരിങ്ങക്കോല് കുറേ കിട്ടി. ഒത്തിരി മൂത്ത് പോയി. ഉണ്ടോ, ഇവിടെയൊക്കെ തന്നെ ഉണ്ടായി വരുന്നുണ്ടല്ലോ. പിന്നെ ഒത്തിരി മൂത്ത് പോയി, കുറേ കിട്ടി. പിന്നെ ഒരു ഇഷ്ടം പോലെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒത്തിരി വെണ്ടയ്ക്കായും വാളവരപ്പയറൊക്കെ ഒത്തിരി മൂത്ത് പോയി കേട്ടോ. പിന്നെ നമ്മുടെ എല്ലാം ഇപ്പം പയ്യെ ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ അധികം താമസിക്കാതെ തണുപ്പ് വരുമല്ലോ. അപ്പം നമുക്ക് വന്നപ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി കോവയ്ക്ക നമുക്ക് കിട്ടി. ഒത്തിരി മൂത്ത് പഴുത്ത് ഒത്തിരി പോയി. ഒത്തിരി തോന്നി ഒരു 5-6 കിലോയ്ക്കുള്ളത് പഴുത്ത് പോയി. നമുക്ക് ഒത്തിരി ഒരു 4-5 കിലോയ്ക്കുള്ളത് ഞാൻ പറിച്ചെടുക്കുകയും ചെയ്തു. പിന്നെ ഒത്തിരി കോവയ്ക്ക, പയറ്, പടവലങ്ങ എല്ലാം കിട്ടി. ഒരു 3-4 പടവലങ്ങ ആയാലും ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ മൂത്ത് കിടക്കുമായിരുന്നു. അതെല്ലാം കിട്ടി. പിന്നെ കുറേ പയറൊക്കെ പറിച്ചു. പിന്നെയും പയറുണ്ടാകുന്നുണ്ട്. ഇവിടെയുണ്ട് പയർ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ നമ്മുടെ ഗരാജിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മോട്ടറെല്ലാം പോയി. പിന്നെ ഗരാജിൻ്റെ മോട്ടറെല്ലാം നമ്മൾ പുതിയത് വെച്ചു. അങ്ങനെയെല്ലാം കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ പോയിട്ട് വന്നു.
ഇനിയിപ്പോൾ ഇവിടെ തണുപ്പ് വരുമല്ലേ, ഇനിയിപ്പോൾ അടുത്ത മാസം ആകുമ്പോഴേക്കും തണുപ്പ് ഇങ്ങ് വരും. അതുപോലെ തന്നെ നമ്മുടെ എന്തുവാ ഈ വെജിറ്റബിൾസ് എല്ലാം ഇനി പോവും. ഇപ്പോൾ തന്നെ വേണ്ട എല്ലാം വാടാൻ ഒരുമാതിരി വാടുന്ന പോലെയാണ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ പയറുണ്ടേ. ഇതുകൊണ്ട് ഇതാണ് തുമരപ്പയർ. ഇത് കണ്ടോ തുമര. ഈ തുമര ഇങ്ങനെ കൊല കൊലയായിട്ടുണ്ടാവുമേ. ഇതെനിക്ക് കുറേ കിട്ടിയായിരുന്നു. ഇത് ഇച്ചിരി തണുപ്പൊക്കെ തുടങ്ങുമ്പോഴത്തേ ഇതാകാൻ തുടങ്ങുന്നത്. ഇങ്ങനെ തുമരപ്പയർ കുറേ കിട്ടിയായിരുന്നു. ഇവിടെ ഉണ്ട് തുമരപ്പയർ, അതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം. കണ്ടില്ല നമ്മുടെ കോവയ്ക്ക ഒത്തിരി പഴുത്ത് കിടപ്പുണ്ട്, ഒത്തിരി പഴുത്ത് പോയി. പിന്നത്തെ പിന്നെയും പഴുത്തതൊക്കെ വേണ്ട. ഇവിടെ കോവയ്ക്ക റെഡിയായി കിടപ്പുണ്ടേ, ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതങ്ങ് പറിച്ചെടുക്കാം. എനിക്ക് ഉണങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പച്ച കോവയ്ക്കുണ്ട്, ഇവിടെയൊക്കെ പഴുത്ത് കിടക്കുന്നു. അപ്പം ഞാൻ ഈ റെഡി ആയതിനെയൊക്കെ ഒന്ന് പറിച്ചെടുക്കുമായിരുന്നു. ഇനി ഈ മാസം കൂടി ഉള്ളു, അടുത്ത മാസം ആകുമ്പോഴത്തേനെല്ലാം പോവും. അപ്പം ഞാൻ ഇത്രയും വെജിറ്റബിൾ പറിച്ചെടുത്തേ. നമുക്ക് കുറേ പയറും പിന്നെ നമ്മുടെ കോവയ്ക്കായും ഈ തുമരപ്പയറും എല്ലാം കൂടെ ഒരു കറിക്കുള്ളത് കിട്ടി, ഒരു തോരനുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് അടുത്ത മാസം ഒരു പകുതി വരെ കിട്ടും. അത് കഴിയുമ്പോഴത്തേനും എല്ലാം അങ്ങ് പോവും. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും നല്ലൊരു വെതറാണ്. നമ്മുടെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ പകുതി വരെ നല്ല വെതറാണ്. നമുക്ക് നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും ആൾക്കാർക്ക് വന്ന് നിൽക്കാൻ പറ്റിയ സമയമാണ്. ആ വലിയ ചൂടുണ്ടല്ലോ, ആ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലൊക്കെ എന്ത് തീ പോലത്തെ ചൂടായിരുന്നു. ആ ചൂട് പോയി. ഇപ്പം നല്ലൊരു ചെറിയ ഒരു തണുപ്പ്, അധികം ചൂടില്ല, അങ്ങനത്തെ ഒരു സമയമാണ്, നല്ല വെതർ. അപ്പോൾ ഇനിയിപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഫാൾ സീസൺ ആവും. അപ്പോൾ ഇതിന് നമ്മുടെ ഈ മരങ്ങളുടെ എല്ലാ ഇല ഇങ്ങനെ പൊഴിഞ്ഞിവിടെ വീഴാൻ തുടങ്ങുവേ. നമുക്ക് കണ്ടോ ബാക്കിയാണ് ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട്. നമ്മുടെ എല്ലാം നമ്മുടെ ഫെൻസിൻ്റെ അപ്പുറം നിൽക്കുന്ന നമ്മുടെ നെയ്ബേഴ്സിൻ്റെയാണ്. ആ ട്രീയുടെ എല്ലാം കൂടെ ഇലകളുണ്ടല്ലോ ഇങ്ങോട്ട് വീഴാൻ തുടങ്ങും. അപ്പം തന്നെ നമുക്കൊരു പണിയാണ്. പിന്നെ നമ്മളിതെല്ലാം തൂത്തുവാരിയും കളഞ്ഞ് ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ അതങ്ങ് നിൽക്കും. പിന്നെ നമ്മുടെ ഗ്രേപ്സ് എല്ലാം കുറച്ച് ഇലയേ ഉള്ളൂ, അപ്പോൾ അതെല്ലാം അങ്ങ് പോകും. പിന്നെ നമ്മുടെ ആപ്പിൾ ട്രീക്ക് കുഴപ്പമൊന്നുമില്ല. ബാക്കി ഇവിടെ എനിക്ക് കരിയാപ്പ് വലുത് പോയാലും ചെറുതൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അടുത്ത വർഷം വേറെ വേറെ ചട്ടിയിലാക്കണം. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. എന്നിട്ട് ഇവിടെ കുറച്ച് ഇലയൊക്കെ വീണ് കിടപ്പുണ്ടേ. ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. അപ്പം നമ്മളകത്ത് ഞാൻ യൂസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ആ നീളമുള്ള ബ്രഷുണ്ട്, ഉണ്ടോ, നീളമുള്ള ബ്രഷുണ്ട്. നമ്മളതുകൊണ്ടാണ് ഇവിടെ കൂടെ അങ്ങ് ഈ ഇലയെല്ലാം തൂത്തുവാരി കളയാൻ പോവാണ്. അപ്പം നമ്മുടെ ബാക്ക്യാർഡ് ഞാൻ വന്നപ്പം കുറേ ഇലയുണ്ടായിരുന്നു, ഞാനെല്ലാം തൂത്ത് കളഞ്ഞാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. ഞാനാണെങ്കിൽ വീടിനകം എല്ലാം ക്ലീൻ ചെയ്തു, ബാത്റൂംസ് നമ്മുടെ എല്ലാം ക്ലീൻ ചെയ്തു. ഇതുണ്ട് ഇന്ന് കുറച്ച് കുക്കിംഗ് ചെയ്ത സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. നമുക്ക് കുറച്ച് ഇന്നധികം കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, കാരണം കറിയെല്ലാം ഇരിപ്പുണ്ട്. ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അത് നാളെ ജോലിക്ക് കൊണ്ടുവന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അത് ഇനിയും ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ, ഇലകളെല്ലാം കളഞ്ഞു. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് കുക്കിംഗ് ചെയ്യേണ്ടാത്തതുകൊണ്ടാണ് ഇതൊക്കെ നടന്നത്. ഇനിയും ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഹെന്ന ഇടണം. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് 1:20 ആയി നമ്മുടെ ഉച്ചയ്ക്ക് ടൈം. അപ്പോൾ ഇനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് എനിക്കിനി വലിയൊരു പരിപാടി കിടപ്പുണ്ടേ. അതെന്നാന്ന് ഞാൻ പറയാം. നമ്മുടെ ഹെന്ന ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ ഹെന്ന അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഹെന്ന ഇട്ടിട്ടൊരു 3 മാസത്തിൽ കൂടുതലായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം നാട്ടിലൊക്കെ പോയാൽ നമുക്ക് ഇടാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഹെന്ന റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യണം ഇനി. പിന്നെ ഹെന്ന അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. ഹെന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ ഹെന്നയുടെ പൊടി നമ്മളിവിടെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഇന്ന് അതൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഇൻഡോർ ക്യാൻഡി അങ്ങ് മിസ് ചെയ്യുമായിരുന്നു. അപ്പം കുറേ അങ്ങ് ഞങ്ങൾ വാങ്ങിച്ചു ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇടയ്ക്ക് വേണ്ടപ്പോൾ എടുക്കാം.
ഇതും ഒരു ക്യാൻഡിയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ പണിയാണ്. ആരാണ്ട് ഇത് ഇന്നലെ ഓഫീസിൽ നിന്ന് ഗിഫ്റ്റ് കൊടുത്താണ്, അതപ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു ഈ ക്യാൻഡിയെ. നല്ല രസമില്ല കാണാൻ. പിന്നെ നമ്മൾ കുറേ ലിൻഡോർ ക്യാൻഡി വാങ്ങിച്ചു. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ അരിപ്പൊടിയാണ്. ഇനി ഇതുകൊണ്ട് എനിക്ക് ഇടിയപ്പം എന്തെങ്കിലും ഉണ്ടാക്കണം, നാളെ ജോലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടി, ഞാൻ കാന്താരി മുളക് കൊണ്ടുവന്നു, ഉണങ്ങിക്കൊണ്ടുവന്നു, മല്ലിപ്പൊടി, എല്ലാ പൊടികളും കൊണ്ടുവന്നെല്ലാം ഇരിക്കുകയാണ്. ഇനി ഇതിനെയൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ എടുത്ത് വെക്കണം. നമുക്ക് ഓഫുള്ളപ്പോഴല്ലേ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇനി അതൊക്കെ എടുത്ത് വെക്കണം. അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട്. ഇനി ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറിച്ചു വെച്ചതാണ്. നമുക്ക് അടുത്ത വർഷത്തേക്കിന് സീഡിന് വേണ്ടിയിട്ട് ഞാൻ പറിച്ചു വെച്ചാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവലോസുണ്ട ഇത്രയായി 50 എണ്ണം കൊണ്ടുവന്നായിരുന്നേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 10-22 എണ്ണേ ഉള്ളൂ. കുറച്ച് ഞാൻ 10 എണ്ണം മമ്മിക്ക് കൊടുത്തു, ബാക്കി നമ്മൾ എത്രയൊക്കെ കൊടുത്തു. ഇത്രയായി. അവലോസുണ്ടയ്ക്ക് ഭയങ്കര വെയിറ്റ് അല്ലേ, അതുകൊണ്ട് വേറെ ഒരു സ്നാക്സ് ഇപ്രാവശ്യം കൊണ്ടുവരാൻ പറ്റില്ല. ഒരു ചെറിയൊരു കുറച്ച് അലുവ 1 കിലോയുടെ ഒരെണ്ണം, പിന്നെ വേറെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി 1 കിലോ, അങ്ങനെ 2 കിലോ അലുവയും പിന്നത്തേൻ്റെ കുറച്ച് അവലോസുണ്ട മാത്രമേ കൊണ്ടുവന്നു. നമുക്ക് വെയിറ്റ് കൂടിയുണ്ട് നമ്മൾ സ്നാക്സ് എല്ലാം എടുത്ത് മാറ്റി. അല്ല പിന്നെ എനിക്ക് സാരിയും ചുരിദാറൊന്നും കൊണ്ടുവരാൻ ഒക്കത്തില്ലായിരുന്നു. പിന്നെ എനിക്ക് പൊടികളൊക്കെ കൊണ്ടുവരണമായിരുന്നു, നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി. പിന്നെ ഞാനൊരു യേശുവിൻ്റെ ഫോട്ടോ കൊണ്ടുവന്നു, എനിക്ക് കുക്കർ കൊണ്ടുവരണമായിരുന്നു. അപ്പം സ്നാക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് മാറ്റി. എന്നിട്ട് തന്നെ ഓവർ വെയിറ്റ് ആയിരുന്നു. ഒരു തരത്തിലാണ് നമ്മളെല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുവന്നത്. നമുക്ക് കാരണം 23 കിലോ വെച്ചെല്ലാം ഓരോ പെട്ടിക്ക് അത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ആ പടം 4 പെട്ടിയേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി സ്നാക്സൊക്കെ അവോയ്ഡ് ചെയ്തു ഇപ്രാവശ്യം. അതുകൊണ്ട് അങ്ങനെ ആർക്കും ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു മുളകുണ്ടേ, അതിൽ തന്നെ ഈ മുളകുണ്ടാകാൻ തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴാണ് കൂടുതലായിട്ട് തുടങ്ങുന്നത്. കാരണം ഈ മുളകിന് അധികം വെയിൽ വേണ്ട, ഇച്ചിരി തണുപ്പ് ഒരു കൂളുള്ളപ്പോഴാണ് അത് ഉണ്ടാകുന്നത്. കണ്ടോ, ഇപ്പോൾ ഇത് നിറച്ചും മുളകായിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നതോടെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എന്നെ അറിയിക്കണം. എല്ലാവർക്കും ഫീഡ്ബാക്ക് ഇടാൻ ഭയങ്കര മടിയാന്ന് തോന്നുന്നു. മടിയൊന്നും വേണ്ട, നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം എന്നെ അറിയിക്കണം. പിന്നെ ഞാൻ നാട്ടിലെ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊക്കെ അത് കാണണം. പിന്നെ നേരത്തെ പറഞ്ഞത് തന്നെ ഷെയർ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. അങ്ങനെ ലഞ്ച് ടൈമായി. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ഫുഡെല്ലാം ഇറക്കി ലഞ്ച് കഴിക്കാനായിട്ട്. നേരത്തെ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിനിടെ ഓരോ ഫോണൊക്കെ വന്ന് പിന്നെ ലേറ്റായി. അങ്ങനെ ഫൈനലി എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് ഇറക്കി. ഇതാണെങ്കിൽ മമ്മി ഉണ്ടാക്കി തന്ന അവിയലാണ്. നമുക്ക് ഫ്രിഡ്ജിനകത്ത് കുറേ കൂടുതലുണ്ട്, അപ്പോൾ എടുത്ത് കുറച്ച് ഫ്രീസറിലും വെക്കണം. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് നമ്മുടെ ബീട്രൂട്ട് തോരൻ. പിന്നെ ഇവിടുത്തെ തന്നെ പടവലങ്ങായും കൊണ്ട്, നമ്മുടെ ബാക്കിയാടിൽ തന്നെ പടവലങ്ങായും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരു ചാറ് കറി. പിന്നെ ഇതൊരു പയർ തോരൻ, ഇവിടുത്തെ നമ്മുടെ ബാക്കിയാടിലെയും കൊണ്ട് തന്നെയാണ്, മമ്മിയുടെ ബാക്കിയാടിലെയാണ്, മമ്മി ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതൊരു സ്പെഷ്യൽ കറിയാണ്. ഇത് നമ്മുടെ മുരിങ്ങയുടെ ഇലയും കരിയാപ്പിലയും എല്ലാം കൂടി ഇട്ട് മമ്മി ഒരു കറി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റി കറിയാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വേറെ മീറ്റുണ്ട്. പിന്നെ എനിക്ക് ഫിഷ് ഫ്രൈ ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ഫിഷ് ഫ്രൈ ഉണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു മീറ്റ് കൂടി ഉണ്ടാക്കണം, അത് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഫിഷ് ഫ്രൈ ഉണ്ട്. എനിക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വെജിറ്റബിൾസാണ് കൂടുതലും ഇഷ്ടം. ഇത് പിന്നെ ഹസ്ബൻഡിൻ്റെ മീറ്റ് ആണ്, തന്നെ ഉണ്ടാക്കി, ഓൺ കുക്കിംഗ് ആണ്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എവറിത്തിങ് സെറ്റ്. അപ്പോൾ ഇനി കറിയെല്ലാം കൂടി എടുത്തിട്ട് ഞാൻ കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജോലിക്കുള്ള ലഞ്ചും കൂടി എടുക്കുകയാണ്, നാളെ കൊണ്ടുപോകാനുള്ള ലഞ്ച്. അപ്പോൾ ജോലിക്ക് ഞാൻ ചോറാണ് കൊണ്ടുപോകുന്നത്, കാരണം എനിക്ക് ലഞ്ചിന് ചോറ് തന്നെയാണ് ഇഷ്ടം. നോ കോംപ്രമൈസ്. എങ്കിൽ നമുക്ക് ചോറ് കഴിച്ചാലേ ഒരു തൃപ്തിയുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ ചോറ് കഴിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ഡിന്നറിന് എന്തായാലും നോ പ്രോബ്ലം. ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സഹിക്കാം, പക്ഷേ ലഞ്ച് ചോറായിരിക്കണം.